സംഭവം മനസ്സിലായത് കറങ്ങുന്ന മേശയിൽ രാജാവ് കിടന്നു. മേശയുടെ അടിയിൽ രാജാവിന്റെ പ്രതികാരം ചെയ്യാനായി യക്ഷിക്ക് നമ്മൾ വാളിട്ട് കൊടുക്കും. യക്ഷി വെട്ടാൻ നേരം ഞങ്ങൾ ചക്രം തിരിക്കും. അപ്പോൾ രാജാവ് അടിയിലും പ്രതിമ മുകളിലും വരും. രാജാവാണെന്ന് കരുതി പ്രതിമയെ വെട്ടിക്കൊണ്ട് ചോര കുടിച്ച് യക്ഷി പ്രതികാരം തീർത്ത് ഒഴിഞ്ഞു പോകും. അത് വേണം, ചക്രം തിരിഞ്ഞില്ലേ വിധിയാണെന്ന് കരുതുന്നത്. രാജാവേ, ഒന്നുകൊണ്ടും പേടിക്കേണ്ടതാവുകയെ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓർമ്മ റെഡിയാക്കേ. അച്ചോ, ബ്രോപ്പർട്ടീസായ രോമകുണ്ടം റെഡി, അല്ല ഹോമകുണ്ടം റെഡി, കറങ്ങുന്ന ഡെസ്ക് റെഡി, യക്ഷി റെഡി, നർത്തകൻ റെഡി. പക്ഷേ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഹൻലാലിന്റെ ഡ്യൂപ്പ് മാത്രം എത്തിയിട്ടില്ല. എന്നാലേ മോഹൻലാലിന്റെ ഡൂപ്പും റെഡി. ശംഭോ മഹാദേവ. അയ്യോ, ഇതാരെ കത്തനാരച്ചനോ? അച്ഛോ, സുഖം തന്നെയല്ലേ? അല്ല, യക്ഷി എവിടെ? ഓഹോ, ഇതാണ് ആ കക്ഷിയുടെ രാജാവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന രാജ്ഞിയുടെ ദേഹത്ത് കയറിയിരിക്കുന്ന യക്ഷി. നിസാരയാണ് മോനെ ദിനേശ. ഈ യക്ഷി എത്ര വലിയവളാണെങ്കിലും കൂട്ടും ഞാൻ. മണിച്ചിത്രം കൂട്ടിട്ട് ഞാൻ കൂട്ടും. അതിനു വേണ്ടി ഒരു സൈക്കാട്രിസ്റ്റും സഞ്ചരിക്കാത്ത രീതിയിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും. ഇവനാണ് ഈ സൈക്കിൾ ആർട്ടിസ്റ്റ്. അച്ചോ, എല്ലാം റെഡിയല്ലേ? പിന്നെ എല്ലാം റെഡിയാവുകയാണ്. എന്നാ പിന്നെ നർത്തകരോട് പറ, ബ്രേക്ക് ഡാൻസോ കുച്ചിപ്പുടിയോ എന്തെങ്കിലുമൊക്കെ തോന്നിയാസം കാണിച്ച യക്ഷി എങ്ങനെയെങ്കിലും പിടിച്ച് ഹോമകുണ്ടത്തിലേക്ക് കൊണ്ടുവരാനേ. എടോ പുഷ്പാങ്കത, നൃത്തം തുടങ്ങണോ? വാളറിഞ്ഞ് കൊടുക്കാൻ പോവുകയാണ്. അവൾ വെട്ടിത്തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ ചക്രം പിടിച്ച് തിരിച്ചോണം. ചക്രം തിരിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. യക്ഷി, ഇതാ പിടിച്ചോ